മച്ചാന്മാരെ എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫയൽ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു കപ്ലേഡിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ കപ്ലേഡിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ GTA 5 മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കറക്റ്റ് GTA 5 എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിയിലൊക്കെ നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ ഈ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ GTA 5 കുറേ പേർക്ക് ആഗ്രഹിച്ച് വീഡിയോ ഒക്കെ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ ഒരു GTA 5 ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ്. ഫ്രാങ്കിളിൻ്റെ വീടും അതുപോലെ തന്നെ കാറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോകുന്നതാണ്. ഓരോ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. അതിപ്പോൾ നമ്മളിപ്പോൾ ചുറ്റി കാണിച്ചു തരുന്നതാണ്. എല്ലാ GTA 5 എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പായിട്ടാണ് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് GTA 5 എന്ന് വെച്ചാൽ കറക്റ്റ് GTA 5 തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ റോഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഭയങ്കര സെറ്റപ്പായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. നമ്മുടെ കറക്റ്റ് GTA 5 മോഡലും കാണാനിരിക്കുന്നത് അതേ രീതിയാണ് കൊണ്ടുവന്നേക്കുന്നത്. എത്ര പേർക്ക് ഒരു GTA 5 മോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയിട്ട്, കാരണം നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന ഒരു GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാഴായിട്ട് തോന്നിയോ അതോ ഗുണമായിട്ട് തോന്നിയോ, നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയേണ്ടതാണ്. അപ്പോൾ എത്ര പേർക്ക് ഒരു GTA 5 കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ എന്ത് സെറ്റപ്പായിട്ടാണ് അവർ പറഞ്ഞത്, കാരണം കറക്റ്റ് GTA 5 എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് കളിക്കുന്ന നമ്മുടെ ലോ എൻഡ് ഡിവൈസിലായിരിക്കും എല്ലാവരും ഇപ്പോൾ കളിക്കുന്നത്. കുറേ എന്ന് വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാർ 95% ആൾക്കാർ ലോ എൻഡ് ഡിവൈസിലായിരിക്കും എല്ലാവരും കളിക്കുന്നത്. പിള്ളേരെല്ലാവരും കളിക്കുന്നത് അതിനകത്തായിരിക്കും ഈ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിം കളിക്കുന്നത്. അതിൻ്റെ അകത്ത് സപ്പോർട്ടാകുന്ന രീതിയിലാണ് നമ്മുടെ ഗെയിമും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ പക്ഷേ നമ്മുടെ ഈ ഒരു GTA 5 കാര്യങ്ങളൊക്കെ അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു തരുന്നതാണ്. കാരണം ഇത്രയും വലിയ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇത്രയും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ FPS കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വൈറ്റ് ഹൗസിൻ്റെ താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. അപ്പോൾ കിടിലായിട്ടാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. കാരണം കറക്റ്റ് GTA 5 എങ്ങനെയാണോ ഇതൊക്കെ ഇരിക്കുന്നത് അതേ രീതിയാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഗെയിമിലേക്ക് ലോ എൻഡ് ഡിവൈസിലേക്ക് കുറച്ച് ആഡാക്കാൻ പാടാണെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ലോ എൻഡ് ഡിവൈസിൽ ഇതൊക്കെ ആഡാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പം ഓടുന്നതും ചാടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്ചറും കാര്യങ്ങളൊന്നും ഇങ്ങനെ വിസിബിൾ ആവത്തില്ല. ഇടയ്ക്ക് ഇത് കണ്ടോ, ഇപ്പം പോകുന്നത് കണ്ടോ, അതുപോലെ രീതിയിലായിരിക്കും നിങ്ങളുടെ ഗെയിമിൻ്റെ അത് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. 2GB റാമിലൊന്നും ഒരു ഫോണിലും സപ്പോർട്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. റെയറാണ് സപ്പോർട്ടാവുന്നത്. സപ്പോർട്ടായാൽ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെ ഫീലൊക്കെ പോകേണ്ടി വരും. മാക്സിമം നമുക്കൊരു 4GB ടു അങ്ങോട്ട് മേളിലോട്ടുള്ളത്, മാക്സിമം ഞാൻ പറയുന്നത് 6GB റാമിൻ്റെ അകത്ത് ഉള്ള ഒരു ഫോണിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കിപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കാണാനും ഇതൊക്കെ റൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുന്നതാണ്. മാക്സിമം 6GB റാമും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണിൻ്റെ അകത്ത് നമുക്കിതൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ GTA ഫോണും കാര്യങ്ങളൊക്കെ അല്ല നമ്മുടെ 2GB റാമിൻ്റെ അകത്തുള്ള ഫോണിനൊക്കെ ആണെങ്കിൽ കുറച്ച് പാടാണ് നമുക്കിത് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം ചിലപ്പോൾ ആകാശത്തുനിന്ന് വീടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളത് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പറിന് കുറച്ചുകൂടെ ടൈമും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടില്ല. കാരണം ഇതിപ്പോൾ കുറച്ച് ഏരിയ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ GTA 5 ഒരു മാപ്പിനകത്ത് സെക്ഷൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇവിടം തൊട്ട് സിറ്റി തൊട്ട് ഡെസേർട്ട് വരെയുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ GTA 5 അകത്തുള്ള മോഡ്സും കാര്യങ്ങളും അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്നാൽ പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഭാഗം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കി ഭാഗം കൂടെ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം അത് എത്രത്തോളം സമയം കൊടുക്കുന്നുണ്ട് അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ കുറച്ച് ടൈം കൂടെ നമ്മുടെ ഡെവലപ്പറിന് കൊടുക്കേണ്ടതാണ്. ഡെവലപ്പർ അതിനനുസരിച്ചിട്ട് അതിനുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. മേ ബി നമുക്ക് നെക്സ്റ്റ് മന്ത് ലാസ്റ്റോടെ അല്ലെങ്കിൽ അടുത്ത മാസത്തോടെ നമുക്കിത് കിട്ടുന്നതായിരിക്കും ഈ സാധനം കാര്യങ്ങളൊക്കെ. അതിന് മുമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. GTA 5 മോഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരു
100 മേളിൽ കമൻസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, അതുപോലെ തന്നെ എനിക്കൊരു 500 ലൈക്സും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, ഞാനിത് വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ വരുന്നതിന് 3ാമത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊരു ബീറ്റ വെർഷനായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു 500 ലൈക്സും അതുപോലെ തന്നെ 100 കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം അതുവേണ്ടി ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മാക്സിമം ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂട്ടേണ്ടതാണ്. ഡിമാൻഡ്സാണ് നമ്മുടെ കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടാതെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ഇങ്ങനെ പറയുവാണെങ്കിൽ കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് FPS കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാൻ പറ്റും. 30 FPS കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സ്മൂത്തായിട്ട് കളിക്കണമെങ്കിൽ 60 FPS എങ്കിലും മിനിമം വേണം. അപ്പം ഇത് വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള രീതിയിൽ നമുക്ക് കളിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രം നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളെ കാണിക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരിക്കും. അതെല്ലാം കൂടെ ആഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കപ്പ് ലേഡി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ കപ്പ് ലേഡി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് തുക്തൂൻ സഫൂർ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ പക്ഷേ വളരെ കുറച്ച് പേർക്ക് കണ്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞ് കുറേ പേര് നമ്മളിങ്ങനെ കിടന്ന് തെറി വിളിക്കുന്ന രീതിയിലൊക്കെ സംസാരമൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അവരെല്ലാവരും സ്കിപ്പ് ചെയ്ത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടാണ് അവന്മാരോട് വീഡിയോ കാണാൻ പറയുന്നത്. നമ്മളപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്കും ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ എല്ലാം കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ഗൂഗിൾ ഡ്രൈവിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൾഡറിൽ എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഫോൾഡർ ശ്രദ്ധിക്കാതെ നിങ്ങൾ ചുമ്മാ ഡൗൺലോഡ് ആക്കിയിട്ട് അത് ആഡാകാൻ സാധനം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡൗൺലോഡിൻ്റെ ആ ഫയലും കാര്യങ്ങളും എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെവിടെയാണ് കിടക്കുന്നത്, ആ ഫയലും കാര്യങ്ങളും എവിടെ കിടക്കുന്നതിന് കണ്ടതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് കയറും. ഗെയിമിനകത്ത് കയറിയതിന് ശേഷം RGS മെനു എടുത്ത് അവിടെ ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നേരെ ആ ഫയലിലോട്ട് പോകാൻ പറ്റും. ആ ഫയലിൽ ചെന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നതെന്ന് നിങ്ങൾ നേരത്തെ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ അവിടോട്ട് ചെന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് മാത്രം ചെയ്താൽ മതി. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. നിങ്ങളിത് ശ്രദ്ധിക്കാതെ ചുമ്മാ സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്ത് പോലും കിട്ടത്തില്ല. പിന്നെ ഇത് മാത്രമല്ല, ഒരെണ്ണം ആഡാകി ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരെണ്ണം പോലും ആഡാകത്തില്ല. വേറെ എന്ത് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ പോലും അത് ആഡാകാതെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, RGS മെനുവിൽ നിങ്ങൾ ലോഡ് ഓപ്ഷൻ മാറ്റിയിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാമോ എന്ന് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പം അതിനും ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കേൾക്കണം. ക്ലിയറായി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെർച്ച് ബാറിനകത്ത് ഒരു കോപ്പി പേസ്റ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം നമ്മൾ ലിങ്ക് കയറി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് കഴിഞ്ഞ് ഫയൽ ലോഡർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോഴാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ഫയലും കാര്യങ്ങളും ലോഡഡ് ആകുമ്പോഴത്തേക്ക് നമുക്കത് RGS ടൂളിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊരു കമാൻഡും കാര്യങ്ങളൊക്കെ അടിക്കണമായിരുന്നു. കമാൻഡ് അടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്ററോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഈ RGS മെനുവിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാതിരുന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന കുറേ ലിങ്ക്സും കാര്യങ്ങളുണ്ട്. ആ ലിങ്ക്സ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ ലോഡ് കൊടുത്തിട്ട് നിങ്ങൾ ആ നെറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ബാക്കിയുള്ള പുറകെ വരുന്ന ലിങ്ക്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വട്ടം ബഗ്ഗായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പെർമനൻ്റ്ലി ബഗ്ഗായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ഐറ്റംസും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നിങ്ങൾ പുതിയ ഐറ്റംസ് ഒന്നുമല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കിട്ടത്തില്ല അവിടെ. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ലോഡ് ഓപ്ഷൻ കൊണ്ടുവന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങളുടെ ഫോണിൻ്റെ അത് കിടക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ലോഡ് കൊടുത്തിട്ട് അവിടെ ചെന്ന് സെലക്ട് മാത്രം ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഒരു പണി നിങ്ങൾക്ക് ചെയ്യാനില്ല. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് കളിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ പാടനുസരിച്ചിട്ടാണ് ഞാനത് പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞത്.
നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചാൽ അതെന്താണ് ലിങ്കായിട്ട് കൊണ്ടുവരാത്തത്, ലിങ്കായിട്ട് പേസ്റ്റ് ചെയ്യുന്ന രീതി ഓപ്ഷൻ കൊണ്ടുവരാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് മെയിൻലി പ്രശ്നം തന്നെ. അപ്പോൾ നമ്മുടെ കപ്പ് ലേഡിയുടെയും ഇതേ രീതി തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത്. നമ്മുടെ ആർജിഎസ് മെനുവിൻ്റെ അകത്ത് ലിങ്കും കാര്യങ്ങളും ആഡ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കപ്പ് ലേഡിയുടെ ക്യാരക്ടറും കാര്യങ്ങളും എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മളിനി വരുന്ന വീഡിയോസിൽ നമ്മുടെ ഈ കപ്പ് ലേഡിയുടെ ക്യാരക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മുടെ കപ്പ് ലേഡി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. എത്ര പേർക്ക് ഒരു കപ്പ് ലേഡിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും ഇത് മാത്രമല്ല കുറേ കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ അപ്ഡേറ്റ്സിലായിരിക്കും നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം ആ ഓരോ അപ്ഡേറ്റ്സിൻ്റെ അകത്ത് ഓരോ ഐറ്റംസ് കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു മാസത്തെ അപ്ഡേറ്റ് മൊത്തം ആർജിഎസ് മോഡിനകത്താണ് കൊണ്ടുവരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് ചേഞ്ചസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മാസം ഓരോ വെറൈറ്റി രീതിയിലാണ് നമുക്ക് ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഓരോ ആപ്ലിക്കേഷനും ഓരോ ഐറ്റംസും ഓരോ പ്രോപ്സും ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ ആർജിഎസ് മെനു വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്തായാലും അഭിപ്രായം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചേഞ്ചസ് കാര്യങ്ങളും വരുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഇതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും ഡിമാൻഡ്സും കാര്യങ്ങളും വേണ്ടതാണ്. കാരണം ഇതിന് പെർഫെക്റ്റ് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഡെവലപ്പർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് അയച്ചത്. ഇതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. കാരണം റോക്സ്റ്റാർ ഗെയിംസ് ഇറക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡിമാൻഡ് കാര്യങ്ങളും വേണം എന്ന് നിങ്ങളോട് പറയുന്നത്.